നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +1 ഫിസിക്സ് അത്യാവശ്യം നല്ലതുപോലെ പഠിക്കാനുണ്ട്. പഠിക്കുമ്പം വൃത്തിയായിട്ട് പഠിക്കുക, നല്ല മാർക്ക് കിട്ടാൻ പഠിക്കുക. ഇത് മോഡൽ എക്സാമിനും അതുപോലെ തന്നെ പബ്ലിക് എക്സാമിന് വേണ്ടിയാണ് മെയിനായിട്ട്. നിങ്ങളുടെ +2കാർക്ക് കൊടുത്തേക്കുന്ന പോലെ തന്നെ 5 ക്വസ്റ്റ്യൻ കുറവുണ്ടെന്നുള്ളൂ. 50 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, 50 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അതിനകത്ത് പ്രോബ്ലംസ് ഇല്ല. പ്രോബ്ലംസ് വേറെ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഞാൻ ചെയ്യും. +2കാരുടെ തൊട്ട് തന്നെയാണ് നിങ്ങൾക്ക് 1 മാർക്ക് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു തരും. അന്നേരം നിങ്ങൾക്ക് ഇപ്പം 50 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ഇതിന് വളരെ പ്രാധാന്യം കൊടുക്കുക. നിങ്ങൾ മൊത്തം പഠിക്കാനുള്ളത് മൊത്തം പഠിക്കുക. ഈ 50 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കുന്നവർക്കൊരു നല്ല മാർക്ക് ഉറപ്പിക്കാം. അതിനകത്ത് സംശയം വേണ്ട. ഗ്യാരണ്ടി വാരണ്ടി ഒക്കെ മാഷ് നൽകുന്നു. പിന്നെ 1 മാർക്ക് ക്വസ്റ്റ്യനും പ്രോബ്ലംസ് സെക്ഷനും കൂടെ കണ്ടിട്ടേ പരീക്ഷയ്ക്ക് പോകാവുള്ളൂ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ ആദ്യം കാണുന്ന കുട്ടികളാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് പ്രധാനപ്പെട്ട എല്ലാ സബ്ജക്റ്റുകളുടെയും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സ്, സിമ്പിളായിട്ടുള്ള ആൻസേഴ്സും എല്ലാം കിട്ടും. നമുക്ക് ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ട്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഷെയർ ചെയ്യുക. അത് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അടിപൊളിയായിട്ട് 50 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ നമ്പർ 1 ബാങ്കിങ് ഓഫ് റോഡ്സ്. ഏതൊക്കെ ചാപ്റ്റർ ആണെന്ന് മാഷ് കൃത്യമായിട്ട് പറയാം. ഓരോ ക്വസ്റ്റ്യനും ബാങ്കിങ് ഓഫ് റോഡ്സ്, ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്താണ്. അത് ഡിറൈവ് ചെയ്ത് പഠിക്കണം, ഫിഗർ വരയ്ക്കണം, ഡെറിവേഷൻസ് വേണം. അതിൻ്റെ പ്രോബ്ലംസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാങ്കിങ് ഓഫ് റോഡ്സിൻ്റെ മാക്സിമം പെർമിസിബിൾ സ്പീഡ് ടു അവോയ്ഡ് വെയർ ആൻഡ് ടെയർ, അതും ഇതിൻ്റെ കൂട്ടുകാർ 2 ഡെറിവേഷൻ പഠിക്കണം ബാങ്കിങ് ഓഫ് റോഡ്സിൻ്റെ. അതിൻ്റെ പ്രോബ്ലംസ്, ഡെറിവേഷൻസ്, ഫിഗർ ഇതെല്ലാം പഠിക്കേണ്ടതാണ്. ലോസ് ഓഫ് മോഷൻ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. വേവ്സിനകത്ത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഓപ്പൺ പൈപ്പ്, ക്ലോസ്ഡ് പൈപ്പ്. അതിൻ്റെ ഫിഗർ, അതിൻ്റെ ഡെറിവേഷൻസ്, ν=2, ν1=2, ν2 = 1:2 2:3. അത് ഏത് പൈപ്പാണ്? ഓപ്പൺ പൈപ്പ്. ക്ലോസ്ഡ് പൈപ്പ് ആണെങ്കിൽ ν=1:2, ν2 = 1:3:5. ഓഡ് ഹാർമോണിക്സ് പ്രസൻ്റ് ആണ്. വൃത്തിയായിട്ട് പടം വരച്ച് അത് ഡിറൈവ് ചെയ്യുക. വേവ്സിനകത്തെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് വേവ്സ്. പലപ്പോഴും വേവ്സ് ഒക്കെ പലരും പഠിക്കാതിരിക്കുമ്പം ഇങ്ങനെയുള്ള ടോപ്പിക്ക് പഠിച്ചുകൊണ്ട് പോയാൽ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. വേവ്സ്, ഓസിലേഷൻ മറന്നു പോരുത് കേട്ടോ. അടുത്ത സ്റ്റേറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ്. ഏത് ചാപ്റ്ററിനകത്തെയാണ്? നമ്മുടെ യൂണിറ്റ് 1 യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിനകത്തെ ഒരേ ഒരു ലോ ആണ് സ്റ്റേറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ്. വെരി ഇമ്പോർട്ടൻറ്റ്. അതിനകത്തൊരു എക്സാമ്പിളൊക്കെ വെച്ച് എന്ത് ചെയ്യാം? ഇപ്പം ജനറൽ എക്സാമ്പിൾ A=B+C, ഡയമെൻഷൻ ഓഫ് A = ഡയമെൻഷൻ ഓഫ് B = ഡയമെൻഷൻ ഓഫ് C എന്നൊക്കെ പറഞ്ഞിട്ട് ജനറൽ എക്സാമ്പിളൊക്കെ വെച്ച് എഴുതുകയാണെങ്കിൽ നന്നായിരിക്കും. അടുത്ത വാട്ട് ഈസ് മീൻ ബൈ പ്രൊജക്ടൈൽ. എന്താണ് പ്രൊജക്ടൈൽ? വാട്ട് ഈസ് മെൻ ബൈ എന്ന് ചോദിക്കുന്ന വളരെ കുറച്ച് ക്വസ്റ്റ്യൻ ഒരെണ്ണമാണ് പ്രൊജക്ടൈൽ. എന്താണ് പ്രൊജക്ടൈൽ എന്ന് ചോദിക്കാം. ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്. മാക്സിമം ഹൈറ്റിൻ്റെ ഡെറിവേഷൻ, ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ, ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ. പിന്നെ ഒരു പ്രൊജക്ടൈൽ പ്രൊജക്റ്റ് ചെയ്യുന്ന മാക്സിമം ഡിഗ്രി, മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത് 45 ഡിഗ്രി. അതും ഓർത്തിരിക്കുക. ഇതിൻ്റെ എല്ലാം ഇക്വേഷൻസ് വെച്ചുള്ള പ്രോബ്ലംസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5th ക്വസ്റ്റ്യൻ ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്ട്രെച്ച്ഡ് സ്പ്രിംഗ്. ഇത് മോഷൻ്റെ പ്ലെയിൻ ആണ് പ്രൊജക്റ്റൈല്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്ട്രെച്ച്ഡ് സ്പ്രിംഗ് എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് എനർജി പവറിനകത്തെയാണ്. ½ പൊട്ടൻഷ്യൽ എനർജി ½ എന്ന് പറയുന്ന ഡെറിവേഷൻ ഡിറൈവ് ചെയ്ത് എഴുതണം. മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് വർക്ക് എനർജി പവറിനകത്തെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്ട്രെച്ച്ഡ് സ്പ്രിംഗ്. പടവും വരയ്ക്കണം, ഫിഗറും വേണം കേട്ടോ. ഫിഗറും ഡെറിവേഷൻ. 6th ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളിസ് തിയറം. ഏറ്റവും കൂടുതൽ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബെർണോളിസ് തിയറം. അത് സ്റ്റേറ്റ് ചെയ്യണം, പടം വരയ്ക്കണം, പിന്നെ അത് പ്രൂവ് ചെയ്യണം. ബെർണോളിസ് തിയറം അങ്ങനെ ചോദിക്കത്തുള്ളൂ അത് കൂടുതലും. അല്ല സ്റ്റേറ്റ് ബെർണോളിസ് തിയറം എന്ന് ചോദിക്കുന്നത് വളരെ അപൂർവമാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ടോറിസെല്ലിസ് തിയറം, അതായത് സർഫസിലെയും ടോട്ടൽ എനർജി എന്നൊക്കെ പറയുന്നത് സെയിം ആണെന്ന് പറയുന്ന തിയറത്തിനാണ് ടോറിസെല്ലിസ് തിയറം എന്ന് പറയുന്നത്. ആ തിയറോടെ നോക്കിക്കൊണ്ട് പോകണം. അടുത്തത് ഗ്രാവിറ്റേഷനകത്തെ ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഓൾട്ടിറ്റ്യൂഡ്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇവിടെ ഹൈറ്റ് ആണ്, ആൻഡ് ഡെപ്ത്. ഇത് രണ്ടും, ഓൾട്ടിറ്റ്യൂഡും ഡെപ്തും നന്നായിട്ട് നോക്കുക. അതിൻ്റെ ഗ്രാഫുകൾ നോക്കുക. ഒരു സ്ട്രെയിറ്റും കർവും കിട്ടുന്ന ഒറ്റ ഗ്രാഫിൽ ഓൾട്ടിറ്റ്യൂഡും ഡെപ്തും കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ നോട്ട്സ് എല്ലാം ഞാൻ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. സിമ്പിൾ നോട്ട്സ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ, മറക്കാതെ എഴുതി പഠിച്ചിരിക്കണം നന്നായിട്ട്. അടുത്തത് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സിനകത്തെയും ഒക്കെയാണ്. ഡ്രോ കാർനോട്ട് സൈക്കിൾ വൃത്തിയായിട്ട് വരച്ച് പഠിക്കുക. ഒരു പ്രഷർ വോളിയം വെച്ചുള്ളൊരു ഗ്രാഫാണ്. കൃത്യമായിട്ടും അതിൻ്റെ തെർമോഡൈനാമിക് പ്രോസസ്സ്, ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡയബാറ്റിക് കംപ്രഷൻ, ഈ 4 പ്രോസസ്സ് എങ്ങനെയൊക്കെ നടക്കുന്നു എന്നൊക്കെ ഉള്ളത് വ്യക്തമായിട്ട് പഠിക്കുക.
അത് കാർനോട്ട് സൈക്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ് ആൻഡ് ഡിറൈവ് എസ്കേപ്പ് വെലോസിറ്റി ആൻഡ് ഓർബിറ്റൽ വെലോസിറ്റി, അതിന് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അതിൻ്റെ പ്രോബ്ലംസും ചോദിക്കാം. ഗ്രാവിറ്റേഷൻ അതാണ്. എസ്കേപ്പ് വെലോസിറ്റി പറയുന്ന പേര് സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി പറയുന്ന പേര് ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡെഫിനിഷനും പഠിക്കണം, ഡെറിവേഷനും പഠിച്ചിരിക്കണം. ഇത് രണ്ടും ഓർത്തിരിക്കണം. ഷോ എസിസിക്കലി യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഗ്രാഫിക്കലി, അതായത് നമ്മുടെ മോഷൻ എ സ്ട്രെയിറ്റ് ലൈനകത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എസിസിക്കലി യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, അതായത് ഡിറൈവ് ചെയ്യാനല്ല, ഗ്രാഫ് വരച്ച് അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. എസിസിക്കലി യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഗ്രാഫിക്കലി. ഓക്കെ, അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ആൻഡ് ആംഗുലർ മൊമെന്റം. അത് മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. ഈ മോസ്റ്റ് റിപ്പീറ്റഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ വർഷങ്ങളൊക്കെ ഇത്രയും 10-26 വർഷമായി ഹയർ സെക്കൻഡറി തുടങ്ങി, നമ്മൾ ആ വർഷമൊന്നും കൃത്യമായിട്ടൊന്നും ഓർക്കുന്നില്ല എങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ നമുക്കറിയാമല്ലോ, കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് വർഷങ്ങളായിട്ട് ചോദിച്ചറിയാം. അന്നേരം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റവും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റും രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ടിൻ്റെയും പ്രൂഫ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഈ മറ്റേ ലീനിയർ മൊമെന്റം ആണെങ്കിൽ എഫ് ഈസിക്കൽ ടു ഡി പി ബൈ ഡി ടി, എഫ് 0 ആണെങ്കിൽ 0 ഈസിക്കൽ ടു ഡി പി ബൈ ഡി ടി, തിരിച്ചെഴുതിയാൽ ഡി പി ബൈ ഡി ടി ഈസിക്കൽ ടു 0, പി ഈസിക്കൽ ടു എ കോൺസ്റ്റന്റ്. മറ്റേത് ഇതുപോലെ തന്നെ ടോ ഈസിക്കൽ ടു ആംഗിൾ മൊമെന്റ്, ടോ ഈസിക്കൽ ടു ഡി എൽ ബൈ ഡി ടി. If in the absence of external torque, tau is equal to 0, the 0 is equal to dl by dt, dl by dt is equal to 0, L is equal to a constant. അതാണ് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ആൻഡ് ആംഗുലർ മൊമെന്റം. അടുത്ത യൂസസ് ഓഫ് ഡയമെൻഷൻ അനാലിസിസ്. ഡയമെൻഷൻസ് ആ ചാപ്റ്ററിനകത്ത് അറിയാമല്ലോ, ഡയമെൻഷൻ പഠിച്ചില്ലെങ്കിൽ ഒന്നുമില്ല. 10-20 ഇമ്പോർട്ടൻറ്റ് ഡയമെൻഷൻസ് പഠിച്ചിരിക്കണം. പിന്നെ പെയർ, ഒരേപോലുള്ള ഈക്വൽ ഡയമെൻഷൻസ് ഉള്ള ഏതൊക്കെയാണ്? ഇപ്പം സ്പീഡിനും വെലോസിറ്റി ഈക്വൽ ആണ്, ആംഗിളും സ്ട്രെയിനും ഡയമെൻഷൻ ഇല്ല, പിന്നെ എനർജിയുടെയും വർക്കിൻ്റെയും ഡയമെൻഷൻ ഈക്വൽ ആണ്. ഇങ്ങനെ കുറേ ഈക്വൽ ആയിട്ടുള്ള മൊമെൻറ്റോ ഇമ്പൾസിൻ്റെയും ഡയമെൻഷൻ ഈക്വൽ ആണ്. പിന്നെ ഡയമെൻഷൻസ് കുറേ പഠിക്കുക. യൂസസ് എന്ന് പറഞ്ഞാൽ 3 യൂസാണ് പ്രധാനമായിട്ട്. 2 യൂസ് നിങ്ങളുടെ സിലബസിലുള്ളതാണ്. ഒന്ന് ടു ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത്. ടു ഡിറൈവ് ദി കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, കുറേ ക്വസ്റ്റ്യൻ ചോദിക്കുക അതിനകത്ത്. ടി ഈസിക്കൽ 2π√L/g, എഫ് ഈസിക്കൽ ടു mv²/r, സെൻട്രിപിറ്റൽ ഫോഴ്സ് ഒക്കെ ഡിറൈവ് ചെയ്യാൻ, ഡയമെൻഷൻ ഉപയോഗിച്ച് ഡിറൈവ് ചെയ്യാൻ കേട്ടോ. അത് ശ്രദ്ധിച്ചോണം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. പിന്നെ ഷോ ദാറ്റ് എഫ് ഈസിക്കൽ ടു ma, ലോസ് ഓഫ് മോഷനകത്തെയാണ്. ഇമ്പൾസ് ഈസിക്കൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം, ഇങ്ങനെയുള്ള പ്രൂഫുകൾ ചോദിക്കാം. എഫ് ഈസിക്കൽ ma ഒക്കെ നമുക്ക് സിമ്പിൾ ആണെന്ന് വിചാരിച്ചിരിക്കും, പക്ഷെ അത്ര സിമ്പിൾ അല്ല. നമ്മളൊന്ന് പഠിച്ചോണ്ട് പോയാൽ വളരെ സിമ്പിളാണ്. ഷോ ദാറ്റ് ഇമ്പൾസ് ഈസിക്കൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. അടുത്ത മോഷനെ പ്ലെയിനകത്ത് ട്രയാങ്കിൾ ലോ, പാരലോഗ്രാം ലോ ഓഫ് വെക്ടേഴ്സ്, രണ്ടും പടം വരച്ച് സ്റ്റേറ്റ് ചെയ്ത് പഠിക്കുക. അതിനോടൊപ്പം പാരലോഗ്രാം ലോയുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും പഠിച്ചിരിക്കണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് r ഈസിക്കൽ √p² + q² + 2pq cos θ, അല്ലെങ്കിൽ ചില സ്കൂളിൽ r ഈസിക്കൽ √a² + b² + 2ab cos θ. ഡയറക്ഷൻ എന്ന് പറയുന്നതാണ് tan α ഈസിക്കൽ ടു q sin θ + p + q cos θ. ഈ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷനും ഡിറൈവ് ചെയ്ത് പഠിച്ചിരിക്കണം. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, വാട്ട് ആർ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്, പബ്ലിക് എക്സാമിന്. എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്? കുറേ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വന്നിട്ട് ഇപ്പോൾ 23 × 10⁻²- എത്രയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്? അതുപോലെ 0.29 എത്രയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്? 1, 2, 5 എത്രയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്? അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിനകത്താണ്. അടുത്ത് ഡിറൈവ് ന്യൂട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. അവിടെ വളരെ ശ്രദ്ധിക്കണം. ന്യൂട്ടൺ ഇക്വേഷൻ ഓഫ് മോഷൻ ഏതൊക്കെയാണ്? v ഈസിക്കൽ u + at, s ഈസിക്കൽ ut + ½ at², v² ഈസിക്കൽ u² + 2s. ഇതെല്ലാം ഡിറൈവ് ചെയ്ത് പഠിച്ചിരിക്കണം. പിന്നെ എക്സാമ്പിൾസ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ, ഇതിനകത്തെയാണ് നമ്മുടെ ഓസിലേഷൻസിനകത്തെയാണ്. എക്സാമ്പിൾസ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ അത് 2 എണ്ണം ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. ഒന്ന് പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം, അത് t ഈസിക്കൽ 2π√L/g. പീരീഡ് ഓഫ് എ ലോഡഡ് സ്പ്രിംഗ്, t ഈസിക്കൽ 2π√M/k എന്നൊക്കെ പറയുന്ന ഇക്വേഷൻ. ആ 2 എണ്ണം പഠിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ റെസണൻസ് കൂടെ പഠിച്ചേക്കണം. റെസണൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെറിവേഷനാണ് റെസണൻസ് കേട്ടോ. അത് ശ്രദ്ധിക്കേണ്ട ഒരു ഡെറിവേഷനാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഓർക്കുമ്പോൾ അങ്ങ് പറയുന്നതാണ് ടോട്ടൽ എനർജി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അതായത് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, പിന്നെ അത് രണ്ടും കൂടെ കൂടുന്ന ടോട്ടൽ എനർജി, പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇത് നിങ്ങൾ ഓർത്തോണം.
റെസണൻസിൻ്റെ കൂട്ടത്തിൽ ആ ചാപ്റ്ററിനകത്ത് നിന്ന് റെസണൻസ് പഠിക്കണം, ടോട്ടൽ എനർജി പഠിക്കണം, നിർബന്ധമായിട്ട് ടോട്ടൽ എനർജി പഠിക്കണം സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ. പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ, അത് മറക്കരുത് കേട്ടോ, ഉറങ്ങല്ലേ. അടുത്ത സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ, വളരെ പാടാണ്, വളരെ എളുപ്പമുള്ള പാഠമാണ്. കൈനറ്റിക് എനർജി ഓഫ് എ റിജിഡ് ബോഡി, അത് ഡിറൈവ് ചെയ്ത് പഠിക്കണം. സാധാരണ ഹാഫ് mv² അല്ല, ഹാഫ് I omega square. പിന്നെ റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ ആക്സലേഷൻ, ടോ ഈസിക്കൽ I ആൽഫ, ആ റിലേഷൻ ഡിറൈവ് ചെയ്ത് പഠിക്കണം. റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെൻറ്റം L ഈസിക്കൽ ടു I ഒമേഗ, ഇതൊക്കെ ഡിറൈവ് ചെയ്ത് നിങ്ങൾ ആ റിലേഷൻ പഠിക്കണം. ഇനി പലപ്പോഴും കുട്ടികൾക്ക് തെറ്റിക്കുന്ന 2 മാർക്ക് എളുപ്പം കിട്ടുന്ന എന്നാൽ തെറ്റിക്കുന്നതാണ് ലീനിയർ മോഷനും റൊട്ടേഷൻ മോഷനും. ഫോഴ്സിൻ്റെ റൊട്ടേഷൻ മോഷനകത്തുള്ള വാക്കിന് പറയുന്ന പേരാണ് ടോർക്ക്. തെറ്റിക്കരുതേ, ഫോഴ്സിന് ലീനിയർ മോഷനകത്തുള്ള ഫോഴ്സിന് റൊട്ടേഷൻ മോഷനകത്തുള്ള വാക്കാണ് ടോർക്ക്. മാസ് സാധാരണ നമ്മൾ മാസ് എന്ന് പറയുന്ന വാക്കിന് റൊട്ടേഷൻ മോഷനകത്തുള്ള വാക്ക് പലർക്കും അറിയത്തില്ല, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ തെറ്റിക്കുകയും ചെയ്യരുതേ. അടുത്ത തെർമോഡൈനാമിക്സിനകത്തൊക്കെ ഉള്ളതാണ്, കൈനറ്റിക് തിയറിക്കകത്തൊക്കെ ഉള്ളതാണ്. എക്സ്പ്രഷൻ ഫോർ പ്രഷർ എക്സെപ്റ്റ് ബൈ എ ഗ്യാസ്, ഒരു ക്യൂബിക്കൽ വെസലൊക്കെ വെച്ചിട്ട് അതിനകത്തെ ഗ്യാസ് P= 1/3 mv² mnv² എന്നൊക്കെ പറഞ്ഞുള്ള ഇക്വേഷൻ. പിന്നെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിനകത്തെ സ്റ്റേറ്റ് ഹുക്സ് ലോ, ആകെ ഒരേ ഒരു ലോ ഉള്ള ആ ചാപ്റ്ററിനകത്ത് സ്റ്റേറ്റ് ഹുക്സ് ലോ ആണ്. വിത്തിൻ ദി ലിമിറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് പറയുന്ന ടോപ്പിക്ക്. പിന്നെ മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, അത് ഹീറ്റിനകത്ത് വരുന്നതാണ്, തെർമോഡൈനാമിക്സിനകത്ത് ഹീറ്റിനകത്ത് വരുന്നതാണ്. മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഏതൊക്കെയാണ്? കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. ഇതിനകത്ത് കണ്ടക്ഷൻ സ്ലോ പ്രോസസ്സ്, കൺവെക്ഷൻ ഫാസ്റ്റ് പ്രോസസ്സ്, ഡയറക്റ്റ് ആയിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിൽ പറയുന്നവരാണ് റേഡിയേഷൻ. എക്സാമ്പിൾ സണ്ണാണ്, അത് ഓർക്കേണ്ട ടോപ്പിക്കാണ്. ഡിറൈവ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എർത്ത്, എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. പലപ്പോഴും നമ്മൾ ഈ ഗ്രാവിറ്റേഷൻ അതൊന്ന് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെല്ലാം കെപ്ലറിൻ്റെ ലോസും അതുപോലെ തന്നെ ബാക്കിയുള്ള ടോപ്പിക്കുകൾ എസ്കേ വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി എല്ലാം പഠിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ ടോപ്പിക്ക് പഠിച്ചുകൊണ്ട് പോകത്തില്ല. ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി എർത്ത് എപ്പോഴും ഒരു ട്വിസ്റ്റായിട്ട് വയ്ക്കുന്ന ഡെറിവേഷനാണ്. അന്നേരം നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോകണം. 24 ലോസ് ഓഫ് മോഷൻ, അതാണ് ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, കൈനറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷനിൽ ലോസ് പഠിക്കണം, എളുപ്പമാണ്, രണ്ടും ഏകദേശം ഒരേപോലെയൊക്കെയാണ്, ചെറിയ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ലൂബ്രിക്കൻസ്, സബ്സ്റ്റൻസസ് യൂസ്ഡ് ഫോർ റെഡ്യൂസിങ് ഫ്രിക്ഷൻ, അതിനുള്ള എക്സാമ്പിൾസ് പഠിച്ചുകൊണ്ട് പോവുക. സ്റ്റേറ്റ് പാസ്കൽസ് ലോ, മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിനകത്ത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പാസ്കൽസ് ലോ പഠിക്കുമ്പം അതിൻ്റെ ആപ്ലിക്കേഷൻ ആണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. എന്നിട്ട് അതിൻ്റെ പ്രൂഫ്, പാസ്കൽസ് ലോയുടെ പ്രൂഫും പഠിക്കുക. PA = PB = PC, കാരണം എല്ലായിടത്തെയും പ്രഷർ ഈക്വൽ ആകുന്ന ലോയാണ് പാസ്കൽസ് ലോ, അതിൻ്റെ പ്രൂഫും പഠിക്കുക. പിന്നെ 26 ബാലെ ഡാൻസർ സ്വിമ്മർ ക്യാറ്റ്, ഇതെന്താണ്? ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ആപ്ലിക്കേഷനാണ്. ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ആപ്ലിക്കേഷൻസ്. അപ്പം 26 ക്വസ്റ്റ്യൻ, ഇതെല്ലാം വളരെ ശ്രദ്ധിച്ച് കേട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടേ പോകാവുള്ളൂ പബ്ലിക് എക്സാമിന്, മോഡൽ എക്സാം. ഓക്കെ, പ്രത്യേകിച്ചും പബ്ലിക് എക്സാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത 27ാമത്തെ ക്വസ്റ്റ്യൻ, ലോസ് ഓഫ് മോഷൻ. ഏതാണ്? നമ്മുടെ ന്യൂട്ടൻ്റെ 3 ലോസ് എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ. തേർഡ് ലോ മാത്രം ടു എവരി റിയാക്ഷൻ ദെയർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതല്ല, ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും തേർഡ് ലോയും നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് വൃത്തിയായിട്ട് പഠിക്കുക. ഫസ്റ്റ് ലോ ഡിസ്കസ് ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സാണ് ഫോഴ്സും ഇനേർഷ്യയും. സെക്കൻഡ് ലോ ഡിസ്കസ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് മൊമെൻറ്റവും ഇമ്പൾസും. പിന്നെ 28ാമത്തെ ക്വസ്റ്റ്യൻ, മൊമെൻറ്റം, ഇമ്പൾസ്, ഇമ്പൾസീവ് ഫോഴ്സ്, ഇതിൻ്റെയൊക്കെ ഡെഫിനിഷനും യൂണിറ്റിനുള്ളതിൻ്റെയൊക്കെ യൂണിറ്റും പഠിക്കുക. 29 വർക്ക് ഡൺ ബൈ ആൻ ഐസോതെർമൽ പ്രോസസ്, വർക്ക് ഡൺ ബൈ ആൻ അഡിയാബാറ്റിക് പ്രോസസ്. തെർമോഡൈനാമിക്സിനകത്തെയാണ്, ഡെറിവേഷൻ ആണ്. അതായത് ഐസോതെർമൽ പ്രോസസ്സിനെ അഡിയാബാറ്റിക് പ്രോസസ്സിനെ ഡെറിവേഷൻ ഡിറൈവ് ചെയ്ത് എഴുതണം. പിന്നെ വർക്ക് എനർജി പവറിനകത്തെ പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക്. എന്താണ് പോസിറ്റീവ് വർക്ക്? ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ പോസിറ്റീവ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അത് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നെഗറ്റീവ് വർക്ക്, ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും പെർപെൻഡിക്കുലർ ആണെങ്കിൽ അത് സീറോ വർക്ക്. അത് ആംഗിൾ വെച്ച് കൃത്യമായിട്ട് പറയുക. എൻ്റെ എക്സാമ്പിൾസ് എല്ലാം ഓർത്തിരിക്കുക, എഴുതണം, എക്സാമ്പിൾസ് പഠിച്ചെഴുതണം. അടുത്തത് മോഷൻ്റെ പ്ലെയിനകത്ത് റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലർ വെലോസിറ്റി, V = R ഒമേഗ ഡിറൈവ് ചെയ്ത് എഴുതണം. അതേപോലെ തന്നെ റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ ആക്സലേഷൻ ആൻഡ് ആംഗുലർ ആക്സലേഷൻ, A = R ആൽഫ, അതും എഴുതണം, ഡിറൈവ് ചെയ്യും. 32 ക്വസ്റ്റ്യൻ, 18 ക്വസ്റ്റ്യൻസ്, 18 ക്വസ്റ്റ്യൻസ് മോർ.
സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിനകത്താണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. എന്താണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ? ഡിനോമിനേറ്റർ ഐ ആണ്. ഐ ഈക്വൽ ടു mr². അത് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? മാസും റേഡിയസും. പിന്നെ എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ? റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത് ഇതാണൊരു റിജിഡ് ബോഡി എങ്കിൽ ഇതൊരു ആക്സിസ് ആണെങ്കിൽ ഇതിൻ്റെ സെൻട്രോ മാസ് മുതൽ ഈ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് കെ. അതിനെ പറയുന്ന പേരാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഓക്കെ, യൂണിറ്റ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് മീറ്റർ തന്നെ. പിന്നെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫുകൾ മെക്കാനിക്സ് സോളിഡ്സിനകത്താണ്. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫുകൾ ഒരുപാട് ഗ്രാഫുകളുണ്ട്. ആ ഗ്രാഫുകളെല്ലാം ആ ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചും അതിനകത്ത് കുറേ പോയിന്റുകൾ വരുന്നത്, ഫ്രാക്ചർ പോയിന്റ് അല്ലെങ്കിൽ ലിമിറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ഈൽഡ് പോയിന്റ്, ഇങ്ങനെ പോയിന്റ് സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഗ്രാഫുകളും ശ്രദ്ധിച്ചോണം. ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൾ. വൈ? അതായത് ലോസ് ഓഫ് മോഷനകത്തെ ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നെസസറി, ഈവിൾ എന്ന് പറയുന്നത് ഡിസഡ്വാൻറ്റേജസ് ആണ്. അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എഴുതുന്നതാണ് ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൾ. വൈ? അടുത്ത ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ടെർമിനൽ വെലോസിറ്റി, ക്യാപിലാരിറ്റി, സ്റ്റോക്സ് ഫോർമുല. മെക്കാനിക്സ് ഫ്ലൂയിഡ്സിനകത്തെ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ടെർമിനൽ വെലോസിറ്റി. ടെർമിനൽ വെലോസിറ്റിയുടെ വി ടി ഇസിക്കൽ 2/9r² dg/η. അത് ഡിറൈവ് ചെയ്തെഴുതണം. ക്യാപിലാരിറ്റി h ഇസിക്കൽ 2s cos θ/r ρg. അത് ഡിറൈവ് ചെയ്തെഴുതണം. സ്റ്റോക്സ് ഫോർമുല f ഇസിക്കൽ 6π/ρv. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഇങ്ങനെയുള്ള ടേമുകളൊക്കെ ഒന്ന് പഠിച്ചിരിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഗ്രാഫ് റിലേറ്റിംഗ് ടോട്ടൽ എനർജി ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വർക്ക് എനർജി പവറിനകത്തെ കൈനറ്റിക് എനർജിയും ഇങ്ങനെ വരും, ഇങ്ങനെയൊക്കെയുള്ള ഗ്രാഫ്. അതായത് ടോട്ടൽ എനർജിയും, അതായത് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയുടെ ഒരുമിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്ന രണ്ട് പരാബോളിക് ഷേപ്പിലുള്ള ഗ്രാഫ്, തിരിച്ചും മറിച്ചും വരുന്ന ഗ്രാഫ് പഠിച്ചുകൊണ്ട് പോവുക. 38 സ്ട്രീം ലൈൻ ഫ്ലോ, ടെർബുലന്റ് ഫ്ലോ, റെയ്നോൾഡ്സ് നമ്പർ, ക്രിട്ടിക്കൽ വെലോസിറ്റി. ഇതെല്ലാം ഒരേ കുടുംബത്തിലുള്ളവരാണ്. മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിനകത്ത് എന്താണ് സ്ട്രീം ലൈൻ ഫ്ലോ? സ്റ്റഡി ഫ്ലോ ആണ്. ടെർബുലന്റ് ഫ്ലോ എന്ന് പറഞ്ഞാൽ സിക്സാഗ് മാനറിൽ ഒഴുകി നടക്കുന്ന ഫ്ലോ. റെയ്നോൾഡ്സ് നമ്പർ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ക്രിട്ടിക്കൽ വെലോസിറ്റി അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അന്നേരം ഇതെല്ലാം ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അന്നേരം ഇതിനകത്ത് 2 മാർക്കും 3 മാർക്കും 4 മാർക്കും 5 മാർക്ക് ക്വസ്റ്റ്യൻ എല്ലാം ഇതിനകത്ത് വന്നിരിക്കും. 39 ഇക്വേഷൻ കണ്ടിന്യൂറ്റി, ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. ഇക്വേഷൻ കണ്ടിന്യൂറ്റി മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിനകത്തെയാണ്. A1 B1 ഈസിക്കൽ ടു A2 V2 ഈസിക്കൽ ടു AV ഈസിക്കൽ ടു കോൺസ്റ്റന്റ്. ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇക്വേഷൻ 3 ഇക്വേഷൻ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് അതായത് 3 ഡിഫറൻറ്റ് വെസൽസ് വന്നിട്ട് ഏറ്റവും ടോപ്പിൽ വാട്ടർ ലെവലും താഴെ പ്രഷറും സെയിം ആണെങ്കിൽ ആ ഫിനോമിനെ പറയുന്ന പേരാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. നോക്കിക്കൊണ്ട് പോവുക. പിന്നെ വേവ്സിനകത്തെ സ്റ്റാൻഡിങ് വേവ്സ് ഓർ സ്റ്റേഷണറി വേവ്സ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, മറ്റേ നോഡും ആൻറ്റിനോഡും ഒക്കെ ഉള്ളതും. നോഡെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0, ആൻറ്റിനോഡ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് മാക്സിമം, അതിൻ്റെ ഡിസ്റ്റൻസ് λ/2 λ/4, അത് അതിൻ്റെ ഡെറിവേഷൻസ് പഠിക്കണം. ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അത് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിനകത്താണ്. പോസ്റ്റ്ലേറ്റ്സ് ഓഫ് കാൻഡി തിയറി ഓഫ് ഗ്യാസസ്, കാൻഡി തിയറിക്കകത്തെയാണ്. ഫ്രീ പാത്ത്, മീൻ ഫ്രീ പാത്ത്, അതിൻ്റെ ഡെറിവേഷൻ. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ 0th ലോ, 1st ലോ, 2nd ലോ തെർമോഡൈനാമിക്സ് അത് നോക്കിക്കൊണ്ട് പോകുന്നത് നന്നായിരിക്കും. 0th ലോ, 1st ലോ, 2nd ലോ തെർമോഡൈനാമിക്സിൻ്റെ ലോസ്. പിന്നെ 41 വർക്ക് എനർജി പ്രിൻസിപ്പിൾ. വർക്ക് എനർജി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ് വർക്ക് എനർജി പ്രിൻസിപ്പിൾ. വർക്കും എനർജിയും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ പ്രോപ്പർട്ടീസ് ഓഫ് കൈനറ്റിക് എനർജി പഠിക്കുമ്പം നിങ്ങൾ ഇങ്ങനെ ഇക്വേഷൻ പഠിക്കും. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു P²/2m. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇക്വേഷൻ ആണ്. കൈനറ്റിക് എനർജിയും മൊമെൻറ്റവും തമ്മിൽ, കൈനറ്റിക് എനർജിയും മാസും തമ്മിലൊക്കെയുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷൻ അതൊന്ന് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഇലാസ്റ്റിക് കൊളീഷൻ 1 ഡയമെൻഷൻ, 1 ഡയമെൻഷൻ 2 ഡയമെൻഷൻ പഠിക്കാം. അതും വർക്ക് എനർജി പവറിനകത്ത് തന്നെയുള്ളതാണ്. 44 45 അതും വർക്ക് എനർജി പവറാണ്. ഇലിസ്ട്രേഷൻ ഓഫ് ഫ്രീലി ഫോളിംഗ് ബോഡി, അതായത് ഒരു ബോളിൻ്റെ 3 കേസ് ABC, 3 ടോട്ടൽ എനർജി mgh ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്. അത് തന്നെയാണ് ലോ കൺസർവേഷൻ ഓഫ് എനർജി. അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ, തെർമോഡൈനാമിക്സിനകത്ത് ഹീറ്റിനകത്തെയാണ്. അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ ഒരു പ്രത്യേക ബിഹേവിയർ, അതായത് 4.2 അടുത്ത് വരുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു, ഡെൻസിറ്റി കുറയുന്നു എന്നൊക്കെയുള്ളതാണ്. 47 ലോസ് ഓഫ് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻസ് ഇൻ എ സ്ട്രെച്ച്ഡ് സ്ട്രീം, അത് ഇതിനകത്തെയാണ്, വേവ്സിനകത്തെയാണ്. ഇങ്ങനെ ഇക്വേഷൻ 1/2L × √T/m. ഈ ഇക്വേഷൻ വെച്ച് 3 ലോസ് നമുക്ക് ഈസി ആയിട്ട് പറയാം. ലോസ് ഓഫ് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ, അതുപോലെ തന്നെ നിങ്ങൾ അതിനകത്തെ
പ്രോഗ്രസീവ് വേവ് അല്ലെങ്കിൽ ട്രാവലിംഗ് വേവ് പഠിച്ചുകൊണ്ട് പോവുക. പ്രോഗ്രസീവ് വേവ് അല്ലെങ്കിൽ ട്രാവലിംഗ് വേവിൻ്റെ ഡെറിവേഷൻ. ലാപ്ലേസ് കറക്ഷൻ, ന്യൂട്ടൻ്റെ ഇക്വേഷൻ കറക്റ്റ് ചെയ്ത മിടുമിടുക്കനാണ് ലാപ്ലേസ്. അദ്ദേഹത്തിൻ്റെ കറക്ഷൻ പറയുന്ന പേരാണ് ലാപ്ലേസ് കറക്ഷൻ. എന്താണ് ബീറ്റ്സ്? അതിൻ്റെ ഡെറിവേഷൻ വേണ്ട. ബീറ്റ്സ് എന്താണ്? ബീറ്റ് ഫ്രീക്വൻസി എന്താണ്? പഠിച്ചുകൊണ്ട് പോകണം. സീറോ വെക്റ്റർ, അതിൻ്റെ പ്രോപ്പർട്ടീസ്, എക്സാമ്പിൾസ്. സീറോ വെക്റ്റർ, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ വെക്റ്റർ എക്സാമ്പിൾസ്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്റ്റേഴ്സ്, ഡോട്ട് പ്രോഡക്റ്റ്, ക്രോസ് പ്രോഡക്റ്റ്. അതായത് എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ, എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ. ഓക്കെ. 49 ലോസ് ഓഫ് മോഷനകത്തെയാണ്. മോഷൻ ഓഫ് എ ബോഡി ഇൻ എ ലിഫ്റ്റ്. ലിഫ്റ്റിനകത്ത് നമ്മൾ കേസ് അപ്വേഡ് ഡൗൺവേഡ്സ് അങ്ങനെ ഒരു 4 കേസ് പഠിക്കുന്ന ലിഫ്റ്റിനകത്തെ കേസ്. 50ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ബേസ്ഡ് ഓൺ ന്യൂട്ടൺ സെക്കൻഡ് ലോ ആൻഡ് തേർഡ് ലോ. സെക്കൻഡ് ലോയും തേർഡ് ലോയും വെച്ച് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം പ്രൂവ് ചെയ്യുന്നത്. അതുപോലെ ഡിഡക്ഷൻ ഓഫ് ന്യൂട്ടൺ ലോ, ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഫ്രം സെക്കൻഡ് ലോ ഫ്രം തേർഡ് ലോ, ഇങ്ങനെ പറഞ്ഞ ഡിഡക്ഷൻ. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. 50 ക്വസ്റ്റ്യൻസ്, 50 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഇതിനകത്ത് ഇടയ്ക്കൊക്കെ ഉള്ള കറക്ഷൻസ് ഞാൻ അഡീഷണൽ ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്തേക്കുന്നൊക്കെ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക. ഇത്രയും സമയം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കൃത്യമായിട്ട് കാണുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിയിരിക്കും. ഇനി 1 മാർക്ക് ക്വസ്റ്റ്യനും പ്രോബ്ലംസും ചെയ്തിരിക്കും. അന്നേരം നിങ്ങളുടെ എനർജി നമുക്ക് വളരെ സഹായിക്കും. നിങ്ങൾ കമൻസ് ഒക്കെ നന്നായിട്ട് ഇടുക. വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എൻ്റർ ചെയ്യാം. സിമ്പിളായിട്ടുള്ള നോട്ട്സ് പഠിക്കാം. അന്നേരം നിങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ മാഷ് കാണും എപ്പോഴും. അന്നേരം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. നന്നായിട്ട് പഠിക്കട്ടെ, നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗീവ് അപ്പ്.